വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഞാനൊരു കുട്ടി സർപ്രൈസ് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ആ സർപ്രൈസ് ഓൺലൈൻ വഴി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഫോണാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ എന്താ പറയുക ബക്കറ്റ് ലിസ്റ്റിലൊരു സംഭവമാണ് അമ്മയ്ക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത്. അത് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച അമ്മയോട് എപ്പോൾ ചോദിച്ചാലും അമ്മയ്ക്ക് വേണ്ട, അങ്ങനെയാണ് പറയുക. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല, അങ്ങ് കണ്ണും പൂട്ടി ഓർഡർ ചെയ്തു. അപ്പോൾ അമ്മ എന്തായാലും വരുമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ അവർ വന്ന് അതൊന്ന് അൺബോക്സ് ചെയ്ത് അവരുടെ വക ഒരു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഫ്ലിപ്കാർട്ടിലെ സെയിലിന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം നല്ലൊരു ഫോണാണ്, എനിക്കിഷ്ടമായി. ഞാൻ വെയ്റ്റ്ലെസ് ഫോണാണ് കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ചീത്ത വിളിക്കും, അത് 100-ൽ 150% ഉറപ്പാണ്. സോ എന്തായാലും വേണ്ടില്ല, വാങ്ങിച്ചു കൊടുക്കണം. ബർത്ത്ഡേക്ക് അമ്മ ഒന്നും വാങ്ങിച്ചു തരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം രണ്ടുപേരെയും കണ്ണും പൂട്ടി ഇരിക്കാൻ പറയുകയാണ് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പോൾ അമ്മയോട് കണ്ണടയ്ക്കാൻ പറയുമ്പോൾ തോമും കണ്ണടച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഹോസ്പിറ്റലിലൊക്കെ പോണതിന് മുമ്പാണ്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒരു 2 hours കാഷ്വാലിറ്റിയിൽ കിടക്കുമായിരുന്നു കേട്ടോ, പനിയും കൂടിയിട്ട്. അങ്ങനെ ഇതേ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ എന്തിനാടി വാങ്ങിച്ചത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ അധികം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു ഹാപ്പി ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം 835 ആണ് വാങ്ങിച്ചത്. അപ്പോൾ അമ്മ കുറേ നാളായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ കാര്യമായിട്ട് ഒന്ന് വാട്സപ്പിൽ എന്നെ വീഡിയോ കോൾ ചെയ്യുക, ഒന്ന് ജെസ്സി ആൻറ്റീനെ വിളിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ അമ്മയ്ക്ക് വേറെ ഫേസ്ബുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ പേ പോലും ഈവൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് നാളായി പറയണു, നീ എനിക്ക് ആ ഫോണിലൊന്നും ഗൂഗിൾ പേ സെറ്റാക്കിയത്. എല്ലാവരും പറയണു ഗൂഗിൾ പേ യൂസ് ചെയ്യുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ഒക്കേഷൻ ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ പറഞ്ഞ പോലെ വെയ്റ്റ്ലെസ് ആണെന്ന് പറഞ്ഞു. മോറോവർ ചീത്ത കുറേ പറഞ്ഞു, എന്തിനാണ് ഇപ്പോൾ നീ ഇത് മേടിച്ചത്, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മേനെ കൊണ്ട് തന്നെ അത് ഓണാക്കി വെച്ചു. ഞാൻ പോലും അത് ഓണാക്കിയില്ല. ഞാൻ പറഞ്ഞില്ലേ, വന്നു അങ്ങനെ എടുത്ത് അലമാരിയിൽ വെച്ചു. പിന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അമ്മ നോക്കുന്നുണ്ട്, നീ ഇപ്പം എന്തിനാടി വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഇനി സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇന്നെനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയ അമ്മയ്ക്ക് ഇപ്പോഴാണ് ഫോണിൽ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. വാട്സപ്പ് ബാക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് കോണ്ടാക്ട്സും കാര്യങ്ങളും ഒക്കെ കോപ്പി ചെയ്ത്, പിന്നെ എന്നിട്ടാണ് ഗൂഗിൾ പേ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അമ്മയ്ക്ക് പുതിയതായിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ തുടങ്ങി കൊടുത്തിട്ട്. ഇതുവരെ അമ്മയ്ക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എലിസബത്ത് ചാക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താണ്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ വലിയൊരു വിഷയമായിരുന്നു എൻ്റെ ഏർണിങ്സിൽ അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ കേട്ടവർക്കറിയാം, ട്രെൻഡിനൊപ്പം ഫോൺ മാറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ അമ്മയായിരുന്നു എൻ്റെ കൂടെ നിന്നിരുന്നത്. ആദ്യം കുറേ ചീത്ത പറയുമെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പം എൻ്റെ ഒരാഗ്രഹമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഞാൻ സമ്പാദിച്ച പൈസയും കൊണ്ട് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത്. അതെന്തായാലും നടന്നു. നല്ലൊരു ഫോൺ തന്നെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. ആ ഫോൺ ഉപയോഗിച്ചിരുന്ന ഫോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ്. കല്യാണത്തിന് തൊട്ട് മുമ്പാണ് ഞാൻ അമ്മയ്ക്കത് കൊടുത്തത്, വീഡിയോ കോളൊക്കെ ചെയ്യാനായിട്ട്. ഞാനതൊരു 2 വർഷം ഉപയോഗിച്ചിട്ടുണ്ട്, 2 വർഷം അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ടോട്ടൽ ആ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 7 വർഷമായി. അതിൻ്റെ ഡിസ്പ്ലേക്കൊക്കെ ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്ലാസ് അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് സ്ലിപ്പ് ആവാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ട്, മോറോവർ അതിൻ്റെ ഡിസ്പ്ലേക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മറ്റേ ഈസ്റ്ററിനൊക്കെ പോയപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ചോദിക്കുമ്പോഴാണ് പ്രശ്നം വരിക. മിണ്ടാണ്ട് അത് വാങ്ങിച്ചു കൊടുത്താൽ കുഴപ്പമില്ല, 2 കൈ നീട്ടി സ്വീകരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ചീത്ത ഒബ്വിയസ്ലി നമ്മളെ എല്ലാ അമ്മമാരും ചീത്ത വിളിക്കും. അങ്ങനെ എനിക്ക് ചീത്തയൊക്കെ കേട്ടു. പക്ഷെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ലെവല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ലെവലാണ്. ഞാൻ ഓർത്ത് എനിക്ക് എന്തോരം ഫോൺ വാങ്ങിച്ച് തന്നിട്ടുണ്ടെന്നറിയോ. ഫോണ്, ഡ്രസ്സ്, ഇതൊക്കെ
ഒക്കെ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഞാൻ സാരികൾ കുറേ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ വെഡ്ഡിങ് ഞാൻ കുറേ സാരികൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞ പോലെ അമ്മ എവിടെയും അങ്ങനെ പോകണില്ല. അമ്മയ്ക്ക് കുറേ സാരി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് ലാസ്റ്റത്തെ 2 സാരി അതേപോലെ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഉടുക്കാനുള്ള ഒരു ഒക്കേഷൻ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ബർത്ത്ഡേക്ക് ഫോൺ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാണ്ട് വേറെ ആരോ വാങ്ങിച്ചു കൊടുക്കുക അല്ലേ. അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് വേറെ ഏർണിങ്സും കാര്യങ്ങളൊന്നുമില്ല, ജോലിയില്ല. അപ്പോൾ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അതെൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഞാൻ കണ്ടു. ഇവൻ വേറെ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ ഓക്കെ, അവരത് തന്നെ ചെയ്യും, അവരത് തന്നെ ചെയ്തോളും എന്നുള്ളൊരു നമുക്കൊരു തോട്ട് വരും. പക്ഷെ ഇതങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് ഞാൻ ചെയ്തു കൊടുത്താലേ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അച്ഛനെ സംബന്ധിച്ച് അച്ഛന് ഒരു ടച്ച് ഫോൺ യൂസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പണ്ട് തൊട്ടേ ഇഷ്ടമില്ല. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ കീപാഡ്, 2 പേർക്കും കീപാഡ് ഫോണാണ്. ഞാൻ ഈ ഫോൺ കൊടുത്തതിന് ശേഷം അമ്മ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതൊന്നെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോവും, വലിയ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോവും, അങ്ങനെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2 സിമ്മും കൂടെ ഈ ഒരു പുതിയ ഫോണിൽ ഇട്ട് കൊടുത്തു ഞാൻ. അപ്പം അത് യൂസ് ചെയ്തോളൂമല്ലോ. അങ്ങനെയൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണ്, അത് അമ്മയ്ക്ക് അറിയില്ല, ചെയ്താൽ തെറ്റാവും തോന്നി ഉടനെ യൂട്യൂബ് എടുക്കുക. അമ്മയ്ക്ക് യൂട്യൂബ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി കണ്ടു തുടങ്ങിയതാണ് അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബ് എടുക്കുക, അമ്മയ്ക്ക് എന്താണ് ഡൗട്ട് തോന്നിയത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അമ്മയ്ക്ക് കിട്ടാതിരിക്കില്ല. അങ്ങനെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട്, പ്രത്യേകിച്ച് പ്രായ ആൾക്കാർക്ക് നമുക്കൊന്നും അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചെടുക്കുക, ഒറ്റയടിക്ക് നമുക്ക് പറ്റില്ല. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം അത്യാവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം 2 സിമ്മും ഒരു ഫോണിലായി. മറ്റേത് അതില്ലെങ്കിൽ അമ്മയുടെ കീപാഡ് ഫോണുണ്ട്, കുഴപ്പമില്ലല്ലോ. ഞാൻ ഇത്ര ഫോണുകൾ സ്വിച്ച് ചെയ്തിട്ടും അവരുടെ 2 പേരുടെ ഫോൺ ഇന്ന് വരെ മാറ്റിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി ഒരു ഫോൺ എടുത്ത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നോക്കുന്നത്, ഞാനിപ്പോൾ ഒരു കൊറിയർ അൺബോക്സ് ചെയ്ത് അപ്പോൾ കത്രിക നേരെ എൻ്റെ കയ്യിലോട്ട് വന്ന് കുത്തി കയറി. സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല, നല്ലൊരു പനിയും കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ ഇന്നലെ ആക്ച്വലി അവിടെ നമ്മുടെ കാഷ്വാലിറ്റിയിലാണ് പോയത്. നടത്തറയിലുള്ള ഒരു ക്ലിനിക്കിൻ്റെ കാഷ്വാലിറ്റിയിലാണ് പോയത്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഭയങ്കര ക്ഷീണമാണ്, കണ്ണൊക്കെ ഭയങ്കര മറ്റേ ക്ഷീണമുള്ള കണ്ണാണ്, പെയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കൗണ്ടൊക്കെ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ കൗണ്ടും കാര്യങ്ങളും ഒക്കെ കുറവായിരുന്നു. അങ്ങനെ 2 ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴും പനി കുറഞ്ഞില്ലെങ്കിൽ ഒന്നും കൂടെ വന്ന് ട്രിപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അമ്മ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു നൈറ്റിയാണ്, നമ്മുടെ നോർമൽ കോട്ടൺ നൈറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മേക്ക് ഓവറിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ. ഞാൻ എന്തായാലും വീഡിയോ ഇടാം, അപ്പോൾ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അങ്ങനെ വിശേഷങ്ങൾ ഭയങ്കര പറഞ്ഞ പോലെ അമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെ കാര്യങ്ങളും കുറേയൊക്കെ നടന്നു. ഏറ്റവും വലിയ കാര്യം പിള്ളേരെ നോക്കുക എന്നുള്ളതാണ്. എനിക്ക് അമ്മയുള്ളപ്പോൾ പനി വന്നത് നന്നായി, അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ കുറേ കഷ്ടപ്പെട്ടേന്. പിന്നെ ഇന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇന്നലെയൊക്കെ ഡിമ്പിളാണ് കേട്ടോ. ഫുൾ കാര്യങ്ങളും നോക്കിയത്, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഡിമ്പിളായതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടെ ഈസിയായി. അപ്പം ഇന്നും ഡിമ്പിളെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പതുക്കെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ബിസിനസ്സിലിരിക്കണം. കാരണം എനിക്ക് 2 ദിവസം വയ്യാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ ഞാൻ നോക്കിയിട്ടേ ഇല്ല. ബിസിനസ് ഫോണിൽ മെസ്സേജ് അയച്ചവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഈ 2 ദിവസം എന്നല്ലാണ്ട് ഈ ഒരാഴ്ച ഞാൻ ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഞാൻ സെറ്റായിട്ട് ഇന്നോട്ട് ട്രാക്കിലെത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ഇൻവിസിബിൾ മാലകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെക്കുക. ഞാൻ നമ്പർ ഡിസ്പ്ലേയിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഒരു ഹായ് അയച്ചാൽ ഞാൻ സേവ് ചെയ്തിട്ട് അതിൻ്റെ ഡെയിലി ഉള്ള സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഡിലേ വന്നാൽ വിചാരിക്കുക പിള്ളേരുമായിട്ട് ഞാൻ ബിസി ആയിരിക്കും, അതുകൊണ്ടാണ്. മാക്സിമം സ്പീഡിൽ തരാം. പിന്നെ ഈ ആഴ്ച ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു ഫാസ്റ്റ് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ കാര്യങ്ങളും പിന്നെ എനിക്ക് ഞാൻ വയ്യാത്തത് കൊണ്ടും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. എൻ്റെ ഒരു കുട്ടി സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയുക.
എൻ്റെ ഒരു സന്തോഷമാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അമ്മേനെ ഞാൻ ഇനിയൊരു വീഡിയോയിൽ പിടിച്ചിരുത്താനോ ഒന്നും നിൽക്കണില്ല. അമ്മേനെ ആ ക്യുവാൻ്റെയിൽ ഇരുത്തിയ പാട് എനിക്കറിയില്ല. ആ ക്യുവാൻ്റെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി കമൻറ്റ്സ് ഓരോന്നായിട്ട് എടുത്ത് വായിച്ചിട്ട് വേണം എനിക്കതൊന്ന് ലൈക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.